നടുക്കത്തെ എന്റെ നഖം മുറിഞ്ഞ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇന്നൊരു വ്ളോഗ് ഇടുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഭയങ്കര ലാഘവത്തോടാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്നത്. അതും ഞാൻ സ്വന്തമായിട്ട് എഴുന്നേറ്റതല്ല, സീച്ചേട്ടൻ ഡോറിൽ വന്ന് തട്ടി എണീച്ചതാണ് കേട്ടോ. കാരണം ഏട്ടൻ രാവിലെ ചില ദിവസങ്ങളിൽ അങ്ങ് എഴുന്നേക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഇന്ന് ആർക്കും പോകണ്ടെന്നുള്ള രീതിയിലായതുകൊണ്ടാട്ടോ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത്. കാരണം ഇന്നലെ രാത്രി ഞാനിങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഏട്ടനെന്നെ എണീപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ്. നേരത്തെ മീൻസ് ഒരു 6-7 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫോണെല്ലാം ഒന്ന് നോക്കിയിട്ട് അപ്പുക്കുട്ടൻ ഉറങ്ങുന്നുണ്ട്. അപ്പുക്കുട്ടൻ അപ്പുറത്തെ റൂമിൽ കിടക്കണ്ട, ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബെഡ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാട്ടോ കിടക്കുന്നത്. അവനെ ആദ്യമായിട്ട് മാറ്റി കിടത്തിയപ്പോൾ അവനും പേടിയായിരുന്നു, ഞങ്ങൾക്കും സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ കിടത്തരുത്. ചെറിയ രീതിയിലാണെങ്കിലും ഒരു റൂമിലാണെങ്കിൽ പോലും അവരെ മാറ്റി കിടത്തി തന്നെ നമ്മൾ ശീലിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അപ്പൂനങ്ങ് ഭയങ്കര ശീലമായിട്ടുണ്ട്, അവനങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബെഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ പല സൈസിലുണ്ട്. ഞാനത് വലിയ സൈസാണ്, 2ആയിട്ട് മടക്കി ഇട്ടേക്കാണ് കേട്ടോ അവൻ്റെ സൈസിൽ. അപ്പോൾ അത് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. എന്നിട്ട് ഞാൻ ആ കർട്ടനൊക്കെ വലിച്ചു മാറ്റുകയാണ്. നമ്മുടെ പഴയ കർട്ടനൊക്കെ മാറ്റി കേട്ടോ. പക്ഷേ ഇത് വൻ ഫ്ലോപ്പായി പോയി. കാരണം ഈ കളർ വേണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു റൂമിൻ്റെ കളർ പിന്നെ നമുക്ക് മാറ്റാം. കാരണം ഈ ഒരു കർട്ടൻ്റെയും റൂമിൻ്റെയും കളർ ഒരുപോലെ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നുന്നില്ല കേട്ടോ. പിന്നെ സമയമുണ്ടല്ലോ, നമുക്ക് മാറ്റാമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ജനലിൽ കർട്ടൻ ഇങ്ങനെ പൊക്കിയിടുക. കാരണം നമ്മുടെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ മുറിക്കകത്ത് ഇരുട്ടാണെങ്കിൽ അപ്പുക്കുട്ടന് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുറിക്കകത്ത് ഇങ്ങനെ വെട്ടം വരാൻ വേണ്ടിയിട്ട് പൊക്കിയിട്ടതാണ്. ഇന്നലെ AC സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഈ ലാഡറും കാര്യങ്ങളും ഒക്കെ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനത് കയ്യോടെടുത്ത് അങ്ങ് പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കാതാട്ടോ നോക്കുന്നത്. ആകെ സീനായതാണ്. പക്ഷേ ഇപ്പോൾ ഒരുവിധം നല്ലപോലെ ഉണക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10% കൂടെ ഉണക്ക് വെച്ചാൽ മതി. എൻ്റെ ആദ്യം കുത്തിയ ചെവി ഇങ്ങനെ ഉണ്ടപോലെ ബാക്കിൽ വന്നതാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആണി കവറാവുന്ന രീതിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ കാണിക്കാം. എടുത്തു പറയുകയാണ്, ഇത് പഴയതാണ്. അത് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മെഡിസിനൊക്കെ തേച്ച് അത് പിന്നെ മൊത്തത്തിൽ ഹീലായി കേട്ടോ. ഇപ്പോൾ എത്ര വലിച്ചാലും എന്ത് ചെയ്താലും അവിടെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തടിപ്പോ വീർപ്പോ ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ ഇപ്പുറത്ത് മുകളിൽ കുത്തിയത് അന്ന് രവീണയുടെ കൂടെ നമ്മൾ പോയി കുത്തിയില്ലേ, രവീണ അത് ഊരി. പക്ഷെ ഞാൻ അതിന് സമയം കൊടുക്കുകയാണ് കേട്ടോ. അത് ഹീലാവുന്നെങ്കിൽ ഹീലാവട്ടെ എന്നുള്ള രീതിക്ക്. അതും ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിപ്പോൾ ഹീലായി തുടങ്ങി. ഈ പറയുന്ന പോലെ ഇനി ഒരു 10% കൂടെ ഹീലാവാൻ വേണ്ടിയുള്ളൂ. ബാക്കിയെല്ലാം അത് ക്ലിയർ ആയി കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മുഖമൊക്കെ അങ്ങ് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആ ഉറക്കപ്പിച്ചും കാര്യങ്ങളും എല്ലാം അങ്ങ് പോവും. പിന്നെ പല്ല് തേക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ എന്താണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ച് പല്ലൊക്കെ തേച്ച് സെറ്റായി. അപ്പോൾ പതിവ് പോലെ നേരെ അടുക്കളയിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി ആ ലൈറ്റ് ഒന്ന് കത്തിയിരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് കത്തിക്കാൻ നോക്കിയപ്പോൾ സീച്ചേട്ടൻ വേറെ എന്തോ പ്ലഗ് അവിടെ കുത്തി വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ ആ പ്ലഗ് ഞാൻ വലിച്ചൂരിയിട്ട് എന്തോ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കുമായിരുന്നു. പക്ഷേ അത് ഞാൻ വലിച്ചൂരിയിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് കത്തിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരു മനസ്സിന് സന്തോഷം. ആഹാ, രാവിലെ എന്ത് രസം, കറണ്ട് ബില്ല് വരുമ്പോൾ കാണാം. അങ്ങനെ അമ്മൻ്റെ അപ്പുറത്ത് ലൈറ്റ് ഓണാക്കി കിടപ്പുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്യാനാട്ടോ ഞാൻ അങ്ങോട്ട് പോയത്. എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് അങ്ങ് കയറുകയാണ്. ആദ്യം വന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദാണ്ട് ഈ ഒരു കർട്ടൻ ഇങ്ങനെ അങ്ങ് തുറന്നിടും. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ കർട്ടൻ എന്നും തുടയ്ക്കണം, ഇല്ലെങ്കിൽ ഇതിൽ അഴുക്ക് പിടിക്കുമെന്ന്. അതുകൊണ്ട് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ നനച്ച തുണിയും കൊണ്ട് ഇത് തുടച്ചിടാറുണ്ട് കേട്ടോ. ശരിയാണ്, ആദ്യമായിട്ട് ഇങ്ങനെ തുടച്ചപ്പോൾ ഞാനിങ്ങനെ ഇതിലൊക്കെ അഴുക്കിരിക്കുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടച്ചത്. പക്ഷേ നല്ല അഴുക്കുണ്ടായിരുന്നടാ. അതുകൊണ്ട് ഞാൻ എന്നും രാത്രി ഇത് തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. കതക് തുറന്നപ്പോഴേ പൂച്ചക്കുട്ടി ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. എന്തൊക്കെയോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവളെ കുറച്ച് നേരം നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ മുറ്റുമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുക്കളയിലോട്ട് കയറാമെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ്, ഇന്നാർക്കും പോകണ്ടല്ലോ, പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ. വാതിലിൽ നിന്ന് ഞാൻ എത്തി വലിഞ്ഞു നോക്കിയത് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് 3 കുഞ്ഞുങ്ങളായിരുന്നല്ലോ. അതിൽ ഒരു കുഞ്ഞിനെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം സീച്ചേട്ടൻ പുറത്ത് പോകാൻ നേരത്ത് ഈ ഗേറ്റ് അടയ്ക്കാൻ മറന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ പട്ടികൾ അകത്ത് കയറിയായിരുന്നു. അതുകൊണ്ട് ഇനി അതെങ്ങാനും അതിനെ പിടിച്ചോ എന്നുള്ള ടെൻഷനിൽ ഞാനിങ്ങനെ നോക്കുന്നതാണ്. 2 എണ്ണത്തെ കണ്ടു, 1 എണ്ണത്തെ കാണുന്നില്ല. അതിനാണെങ്കിൽ ഇച്ചിരി അടുപ്പം ഉണ്ടായിരുന്നു ഞാനുമായിട്ട്. അതുകൊണ്ട് ഒരു വിഷമം. അവിടെ ഞാനും കാണുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദാണ്ട ഈ പുറത്തോട്ട് വീണ് കിടക്കുന്നതെല്ലാം അങ്ങ് പറക്കിയിടാമെന്ന് വിചാരിച്ചു.
ഇത് കണ്ടപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടാൻ ഞാൻ ഓർത്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇതെല്ലാം കൂടെ അങ്ങ് പറക്കി വെച്ചു. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഗ്ലൗസ് ഇടാത്ത കണ്ടിട്ട് ഇനി കൈ സോപ്പിട്ടൊക്കെ ഇട്ട് കഴുകണേ എന്നാണ് എന്നോട് ഈ പറയുന്നത്. അപ്പോൾ അതെല്ലാം കുത്തിക്കയറ്റി എടുത്ത് വെച്ചു. ഇതൊക്കെ നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർ വരുമ്പോൾ എടുത്തുകൊണ്ട് പൊക്കോളും കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും പിന്നെ വീട്ടിൽ കാണില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ അടുക്കള സൈഡില്ലേ അവിടെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇതിന്ന് തൂത്താലും നാളെയും കരിയിലും എല്ലാം വീണ് ഇതുപോലെ അലമ്പായി തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ആദ്യം ആ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് നമുക്കിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഐശ്വര്യമായിട്ട് ആ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വലുതായിട്ട് കരിയില ഇല്ലെന്ന് തോന്നും. പക്ഷെ തൂട്ടി കഴിയുമ്പോണ്ടല്ലോ നല്ല പോലെ ചവറുകൾ കാണും കേട്ടോ. അപ്പം ഞാൻ ആ വാങ്ങിച്ച സൈഡിലിട്ടേക്കുന്നതെല്ലാം ചൂലുകളാണ്, പെരയ്ക്കകം തൂക്കാനുള്ള ചൂലുകൾ. എനിക്കിങ്ങനെ കടയിൽ ചൂല് കിടക്കുന്നതാണ്, അത് വാങ്ങിക്കാനൊരു ത്വരയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ല വൃത്തിയായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂലുകളൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്നത്. ഇങ്ങനെ അഴുക്ക് വാരിക്കളയുന്ന ഒരു മുറം ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ പേപ്പറിൽ വാരി വേസ്റ്റിലോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അടുക്കള സൈഡ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ആ ചവിട്ടി എല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇച്ചിരി ദൂരെ മാറി നിന്നിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഇതുപോലെ അടുക്കള സൈഡ് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മുറ്റത്തോട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം ഞാനിനി ഈ ഒരു നമ്മുടെ മുറ്റം ഉണ്ടല്ലോ അത് 3-4 അങ്ങ് തിരിക്കും. എന്നിട്ട് ഓരോ ഭാഗം കേട്ടോ തൂത്ത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗം നനഞ്ഞു കിടക്കുന്നത് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിന്നപ്പം നമ്മുടെ മോട്ടറിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീച്ചേട്ടനാണെങ്കിൽ മോട്ടർ അടിച്ചപ്പം നമ്മുടെ മോട്ടർ നിറയുമ്പോൾ ഇങ്ങോട്ടാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം മൊത്തം നനഞ്ഞു കിടക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ എല്ലാം നനയുമല്ലോ. ആക്ച്വലി ഇങ്ങനെ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഏട്ടൻ രാവിലെ എഴുന്നേറ്റ് പോയോണ്ട് ഇങ്ങനെ ഒരു പണി കിട്ടി. അപ്പം ഞാൻ നല്ല പാടുപെട്ടിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തൂത്തെടുക്കുകയാണ്. ഈ ഒരു മുറമാണ് കേട്ടോ ഞാൻ മുമ്പേ അന്വേഷിച്ചത്. ഇങ്ങനൊരു മുറ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചക്കറി ചെത്താൻ മാത്രമല്ല, ഇതുപോലെ മുറ്റം നമുക്ക് തൂക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ 2 മുറ മാഞ്ച് വയ്ക്കുക. ഒരെണ്ണം പച്ചക്കറി ചെത്താനും ഒരെണ്ണം മുറ്റത്തെ ഇതുപോലെ ചവറൊക്കെ വാരിക്കൊണ്ട് കത്തിക്കാനും അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. അപ്പോൾ ആ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ. അവിടെ മാവിൻ്റെ ഇലയാണെങ്കിൽ ഇവിടെ പ്ലാവിൻ്റെ ഇലയാണ്. ഓരോ സൈഡിലും എനിക്ക് വേണ്ടത്ര ഇലകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ തൂക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാവിൻ്റെ അകത്തുണ്ടല്ലോ 2 വാലാട്ടി പക്ഷികൾ വരുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ മുട്ടയിട്ട് ജീവിച്ചേനെ. പക്ഷേ ഈ പൂച്ചകൾ സമ്മതിക്കത്തില്ല, അതിനെ പിടിക്കാൻ വേണ്ടി കയറി ചെല്ലും. ഞാനാണെങ്കിൽ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാനല്ല സീച്ചേട്ടനാട്ടോ, അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുഡും വെള്ളവും എല്ലാം തൂക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ വരും കേട്ടോ. സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരും. നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കാണുന്നില്ല. ഈ പൂച്ചകൾ സമ്മതിക്കത്തില്ല അതിന് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവരെ അവിടെ ജീവിച്ചാൽ ഈ പൂച്ചകൾ ഭാവിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും ഒരു സങ്കടമാവും. അതുകൊണ്ട് ഞാനങ്ങ് വിട്ടു. ആ മാവിൽ ചാരി വെച്ചേക്കുന്ന കമ്പി എൻ്റെ ചെവിയിലാട്ടോ കൊണ്ടത്. അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ കൊള്ളും. നമുക്ക് എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നമുക്ക് കൊള്ളുന്നൊരു ഇതുണ്ടല്ലോ, അതുപോലെ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഓസൊക്കെ അങ്ങോട്ട് മാറ്റിയിടാമെന്ന് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഞാൻ പറയുന്ന പല വാക്കുകളും പലർക്കും അയ്യേ ഈ കൊച്ചെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നും. എൻ്റെ വായിൽ വരുന്നത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ പൊക്കിയൊക്കെ പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് തൂത്ത് വരിയിടുകയാണ് കേട്ടോ. നമ്മുടെ പപ്പി എന്ത് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ട്രെയിനിങ് ആണ് കേട്ടോ. ഒരു 2 മാസം അവൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. കാരണം അത്രയും വലുതാവത്തില്ലേ നമ്മുടെ പപ്പി. അപ്പം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിയിടണ്ടല്ലോ, അഴിച്ചു വിട്ടേക്കാലോ അവളെ. അപ്പോൾ പെരയ്ക്കകത്തൊക്കെ കയറി അവളിങ്ങനെ നടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടേക്കാണ് കേട്ടോ. അത് നമ്മളിനി വിളിക്കാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ താണ്ടി ഈ ഒരു ഭാഗവും ഞാൻ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും വാരി ഞാൻ ആ നീലടപ്പ കണ്ട ആ വേസ്റ്റിലാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഒരുമിച്ചെല്ലാം കൂടെ കത്തിച്ചൊക്കെ കളയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് കയറാം.
രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അവനെ ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മൾ അടുത്തില്ലെങ്കിൽ നമ്മൾ അവനെ കുറച്ച് നേരം ഇതുപോലെ എടുത്തുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടക്കണം കേട്ടോ. അത് അവന് കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറുമായിരിക്കും. മാറിയില്ലെങ്കിലും എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മക്കൾ പോയി പല്ലൊക്കെ തേക്കാൻ പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഡിഷ് വാഷറിൽ കഴുകാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു ഇതിൽ നല്ല പോലെ കഴുകുമോ വൃത്തിയാവുമോ എന്നൊക്കെ. എൻ്റെ പൊന്നുമക്കളെ നല്ല അടിപൊളിയായിട്ട് കഴുകി ഉണങ്ങിയാണ് കേട്ടോ വരുന്നത്. അത്രയും രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇത്രയും നേരം അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നടുവൊക്കെ ഇങ്ങനെ കഴിക്കത്തില്ലേ. ഇതുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്രയും അടിപൊളിയാണ്. അപ്പം ഞാൻ എന്താ പാത്രങ്ങളെല്ലാം തിരിച്ച് എടുത്തെടുത്ത് വെക്കുകയാണ്. ഇനി ഇതെല്ലാം എടുത്ത് അതാത് സ്ഥാനത്തെല്ലാം അങ്ങ് കൊണ്ടുവയ്ക്കണം. ഈ പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നിടത്ത് തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തുടയ്ക്കാനും ഒക്കെ നിൽക്കണം. അപ്പുക്കുട്ടൻ നാട് എൻ്റെ കൂടെ തന്നെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വരാടാ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടടാന്നും പറഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചൂടെ ചെന്ന് കിടക്കുന്നവരെ അവനിങ്ങനെ നമ്മുടെ പുറയിൽ നടക്കും. അപ്പം ഞാനാണെങ്കിൽ ദാണ്ട ചോറെടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് കുഞ്ഞി തീ ആക്കി വെച്ച് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ ഇച്ചിരി നേരം കിടന്നാൽ അതങ്ങ് സെറ്റ് ആവുമല്ലോ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചു കേട്ടോ. കാരണം ഞാൻ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ജീരക വെള്ളം കേട്ടോ കുടിച്ചത്. ഓരോ ദിവസം ഓരോ വെള്ളമായിരിക്കും. ഒന്നെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം. എങ്കിൽ പിന്നെ അപ്പുക്കുട്ടൻ്റെ കൂടെ ഇനി കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രണ്ട് ഡോറൊക്കെ കുറ്റിയിട്ടിട്ട് ബാടാ കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ടി വി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് സോഫയിൽ വന്ന ഒറ്റ കിടപ്പായി കേട്ടോ. തണുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൈയെടുത്ത് അവൻ്റെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ വച്ചേക്കുന്നത് കേട്ടോ. രാവിലെ ആകുമ്പോൾ മാത്രം അപ്പുക്കുട്ടന് തണുപ്പാണ്. അപ്പോൾ ദാണ്ട ഇതുപോലെ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് ഏട്ടനിന്ന് പോകണം, ജോലിക്ക് പോകണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് വരും. അത് ഞാൻ വിചാരിച്ചതുകൊണ്ട് പോവണ്ട അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എന്താ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അരിച്ച് പറക്കിയപ്പോൾ കുറച്ച് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പവും പരിപ്പ് കറിയും, അതായത് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പിന് 2 തക്കാളിയും കൂടി ഇട്ടാൽ പരിപ്പ് കറിയായി. ഇടിയപ്പം പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ തപ്പിത്തടഞ്ഞെടുക്കുന്നത്. ഇടിയപ്പം കുഴയ്ക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ ചൂടാക്കുകയാണ് കേട്ടോ. തിളച്ച വെള്ളത്തിൽ വേണമല്ലോ നമ്മൾ ഇടിയപ്പം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിടണം ഇനി അതിൻ്റെ അകത്തോട്ട്. അതാകുമ്പോൾ ഉപ്പ് ഒരുമിച്ച് മിക്സ് ആവും. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ പാക്കറ്റിൽ ഇരിക്കുന്ന ഉപ്പാട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം എൻ്റെ പൊടിയുപ്പ് ഇട്ട് വയ്ക്കുന്ന ഭരണി ചെറുതാണ്. അപ്പം അതിൽ ഇട്ട് വെച്ചിട്ട് ബാക്കി വന്ന ഉപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കവറിലെ തീർത്തിട്ടേ ഭരണിക്കകത്തേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ വേണ്ട ഉഡായിപ്പ് പരിപ്പ് കറി ഉണ്ടാക്കുകയാണ്. പരിപ്പ് നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ അഴുക്കാണോ എന്ന്. പക്ഷേ അല്ല കേട്ടോ. ആ പരിപ്പിൻ്റെ ഇങ്ങനെ തോടുണ്ടല്ലോ, ആ തോടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തു. അങ്ങനെ പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം എന്നിട്ട് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി ഇടും കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കഴുകുമ്പോൾ നന്നായിട്ട് പോരും. അപ്പോൾ അത് കുതിരാനിട്ട സമയത്ത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടെ തിളച്ച വെള്ളം വേണമെന്ന്. അങ്ങനെ ഞാൻ തിളച്ച വെള്ളം കുറച്ചുമല്ല വെള്ളം പിടിച്ചിട്ട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കൊണ്ടുവച്ചിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതും അങ്ങ് അടുപ്പത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി പരിപ്പ് ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് സ്പൂൺ ഇടും കേട്ടോ, പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലപ്പോൾ തെറിക്കും, ചിലപ്പോൾ തെറിക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഇനി ഇത് നന്നായിട്ട് വെന്തിട്ട് ഉടച്ച് വാരി നമുക്ക് എടുക്കാം. ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. അങ്ങനെ തിളച്ച വെള്ളം ഞാൻ സ്പൂണും കൊണ്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മൊത്തവും നമ്മൾ ആ അച്ചിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇടിയപ്പം സ്പൂണും കൊണ്ട് നന്നായിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഉടച്ചൊക്കെ കൊടുത്തിട്ട് ഇനി നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ എടുക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴല്ലോ ചില ഇടിയപ്പത്തിൻ്റെ അച്ച് വാങ്ങിച്ചാലും അത് റെഡി ആയിട്ട് വരത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ പറയണേ. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി തട്ട് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് അത് എപ്പോഴെങ്കിലും അവൈലബിൾ ആകുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് 8 തട്ടാണ് വരുന്നത്. ഇഡ്ഡലി തട്ട് 4 ഇതുപോലെ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലെ തട്ടാട്ടോ. പിന്നെ ഞാനിത് യൂസ് ചെയ്തേക്കുന്നതെല്ലാം ഞാൻ ഓൺലൈനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാം. പിന്നെ ഞാൻ അതിലെല്ലാം നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുകയെ. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ തടവി കൊടുത്തേക്കുന്നത്. എന്നിട്ട് കൈ തൊടാൻ വയ്യായിരുന്നു കേട്ടോ, ചൂടായിരുന്നു. അതാ ഞാൻ ഈ ഊതിക്കൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ട് എനിക്ക് ഇറങ്ങാൻ സമയമായിടി നാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2 മിനിറ്റ് ഇതിപ്പോൾ ശരിയാക്കി തരാമെന്ന് വിചാരിച്ചിട്ട് ആ ചൂട് എനിക്ക് തൊടാൻ വയ്യാതിട്ട് ഞാൻ ഇങ്ങനെ കൈ നനച്ചിട്ട് തൊടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചൂട് കയ്യിലോട്ട് കിട്ടുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെ അത് ആക്കിയപ്പോഴത്തേന് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചേ. പിന്നെ നമ്മുടെ ആ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ എണ്ണ തടവി കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ താപ്പോട്ട് അങ്ങ് വന്നോളും കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ അകം നിറച്ച് കൊടുത്തു. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി തട്ടില്ലേ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചങ്ങ് അടുപ്പത്തോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇടിയപ്പം ആകുമ്പോഴത്തേന് അതിൻ്റെ അകത്തെ വെള്ളം തിളയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അപ്പോൾ ഞാൻ തണ്ടായി നല്ല വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈ തട്ടിച്ചിരി വലിപ്പമായതുകൊണ്ട് ആകെ 4 തട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സമയത്ത് 4 എണ്ണയും നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തേക്കുന്ന ഇഡ്ഡലിത്തട്ടുണ്ടല്ലോ അതിലൊക്കെ അടിപൊളിയാണ്. എനിക്കാണെങ്കിൽ ഇഡ്ഡലിത്തട്ട് നമ്മൾ സാധാ വാങ്ങിക്കുമ്പം നമ്മൾ ഇഡ്ഡലി മാവ് ഒടിച്ചിട്ട് മുകളിലത്തെ തട്ടിൽ ഇങ്ങനെ തട്ടും. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഇഡ്ഡലിത്തട്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ അകത്തോട്ട് എല്ലാം ആക്കിയിട്ട് ദാണ്ട അടുപ്പത്തോട്ട് വെച്ചു. ഇനി ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. അപ്പോഴത്തേന് നമ്മുടെ ഇടിയപ്പം എല്ലാം സെറ്റാവും. അങ്ങനെ ഞാൻ തൻ്റെ പ്രഷർ കളഞ്ഞ് പരിപ്പ് തുറക്കുകയാണ് കേട്ടോ. തുറന്നപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ അത് ഞാനാണെങ്കിൽ ഇനി ഉടച്ചു കൊടുക്കണം. പരിപ്പ് ഇങ്ങനെ വട്ടത്തി കിടക്കുന്നത് വലിയ താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാനതിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട്. ഇങ്ങനെ ഒരു സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. എന്നിട്ട് അതിലോട്ട് 2 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഉടായിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പ സമയത്ത് ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കാം. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കളക്കിയിട്ട് അടച്ചങ്ങ് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുറന്നു കഴിയുമ്പോഴാണ് കായപ്പൊടിയൊക്കെ ഇടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് അടുപ്പത്തോട്ട് ഒരു വിസിലും കൂടെ അടിക്കാൻ വച്ചപ്പോഴത്തേന് ദാണ്ട നമ്മുടെ അരി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങ് കയ്യോടെ ഊറ്റി വെച്ച് കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് അരി ഊറ്റാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ വാഷ് ബേസിൻ്റെ ആ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡ് ഒന്ന് തുടച്ചിടും കേട്ടോ ഞാൻ എപ്പോഴും. കാരണം കളറെങ്ങാനും പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോഴത്തേന് ദാണ്ട നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ പൊക്കാൻ പറ്റുന്ന സാധനം കിട്ടുന്നുണ്ട്. നമ്മുടെ കൈയൊന്നും പൊള്ളാതെ ഈസി ആയിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചൂടോടെ സീച്ചേട്ടനെല്ലാം പെട്ടെന്ന് കൊണ്ട് കൊടുത്താൽ മതി. ഇടിയപ്പം നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പമായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ 2 ഇടിയപ്പം ഞാൻ 2 3 എടുത്തിട്ട് ഞാനത് സീച്ചറിന് കൊണ്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് തിളയ്ക്കുന്ന ആ കറി അതുപോലെ കൊണ്ട് കൊടുത്തു. സീച്ചറിന് എന്ത് പടി ഇത്? ഞാൻ പറഞ്ഞു പരിപ്പ് കറി. ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നിട്ട് എന്നെ പുഞ്ഞ നോട്ടം നോക്കുന്നതാണ്ട. ഞാൻ വിചാരിച്ചു ഇത് കഴിച്ചാൽ മതി. രാവിലെ എന്നോട് കറി കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഈ കറി കൂട്ടിയിട്ട് ചൂട് മാറിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂട് മാറിക്കഴിഞ്ഞാൽ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മുന്നോട്ടൊന്ന് പോയിട്ട് തിരിച്ചിങ്ങ് വന്നു കേട്ടോ. വന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇന്ന് എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അപ്പോൾ പറഞ്ഞു ഇല്ല അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ പേഴ്സും അതുപോലെ ഹെൽമെറ്റും മാസ്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാനതെല്ലാം കൂടെ അകത്തോട്ട് വെക്കാനാണ് പറഞ്ഞത്. ഞാനതെല്ലാം കൂടെ സിറ്റൗട്ടിൽ തന്നെ അങ്ങ് എടുത്ത് വെച്ച് കേട്ടോ. എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. ഇനി അപ്പുക്കുട്ടനുള്ള ഡ്രസ്സെന്നാണ് വായി വരുന്നത്. ഫുഡ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഒരു ഇടിയപ്പം 1 മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇടിയപ്പവും കറിയും കൂടെ കൊണ്ടു കൊടുത്തപ്പോൾ എനിക്കിത് വേണ്ട, ഇടിയപ്പത്തിൻ്റെ കൂടെ പഞ്ചസാര മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പഞ്ചസാര കൊടുക്കാൻ പോയില്ല. അതുകൊണ്ട് ആ ഒരു ഇടിയപ്പവും കറിയും കൂട്ടി അവൻ അങ്ങ് കഴിച്ചു. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് ഇടിയപ്പം അങ്ങ് ഉണ്ടാക്കി കേട്ടോ. 4 സെറ്റ് ഇടിയം കൂടെ സെറ്റായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഇതുപോലെ രാവിലത്തെ പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുന്ന സ്വഭാവം സീച്ചറിനുണ്ട്. അപ്പോൾ അത് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽ എക്സ്റ്റൻഷൻ വയ്ക്കരുത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലും ഇനി എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ പോയി വയ്ക്കും. പക്ഷേ ഇത് വളർന്നിങ്ങോട്ട് വരുമ്പോൾ എവിടൊക്കെ താവാങ്ങോ അവിടൊക്കെ താങ്ങാമോ. ഇതിപ്പോൾ എൻ്റെ കൈയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഈ ഭാഗം കണ്ട ഇവിടെ മുറിഞ്ഞ് ഈ നടുക്കത്തെ ആ ഒരു നഖം, എൻ്റെ അകത്തുള്ള നഖം മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളെ ഞാൻ എങ്ങനെ അറിയിക്കും എന്ന് വെച്ചാൽ ഇപ്പം അറിയാൻ പറ്റുന്ന നോക്കോ, കണ്ട ഇവിടെ ഈ നടുക്കത്തത് മുറിഞ്ഞ്. കാരണം ഞാൻ ഈ സാധനം ഒന്ന് അടയ്ക്കാൻ നോക്കിയതാ, കൊളുത്തി പിടിച്ച് ആ നടുക്കത്ത മുറിഞ്ഞിട്ട് ചോര വന്നുകൊണ്ടിരിക്കുക. അതായത് ഇതിങ്ങനെ വളർന്ന് താണ്ട് ഇങ്ങനെ എത്തത്തില്ലേ, ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയൊക്കെയോ ഇളക്കി കളഞ്ഞ് ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഈ സാധനം കുരുങ്ങും. അങ്ങനെ കുരുങ്ങി എനിക്ക് ഈ നടുക്കത്തെ എൻ്റെ നഖം മുറിഞ്ഞ്. ഞാൻ എന്തിനാ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല വേദനയല്ല, ഒരു മരവിപ്പൻ്റെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇളകും. ഓമേ
ഓ മുറുക്കി കെട്ടി വെച്ചപ്പോ നീറുന്നേ. ഇത്രയും മുറുക്കണ്ട, വെറുതെ കെട്ടി വെക്കല്ലേ. സൂപ്പർ, നല്ല സുഖമുണ്ട്. ഇതിപ്പോ ഞാനിങ്ങനെ കെട്ടി ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് വച്ചില്ലെങ്കിൽ ഇത് ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി പിന്നെയും തട്ട്. അതായത് നമ്മുടെ കാലൊക്കെ എവിടെയെങ്കിലും തട്ടിയിരിക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി പിന്നെയും നമുക്ക് ഒരു പ്രത്യേക തരത്തിൽ ഇതുണ്ടല്ലോ തട്ടുന്നത്, അതുപോലെ ഞാൻ പ്രത്യേകം തട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ബാൻഡേജ് ചെയ്ത് വെച്ചത്. കൈയൊക്കെ മരവിക്കുന്നു. ഇനി എനിക്ക് വയ്യ. ഈ കഴുകാനുള്ള പാത്രം എല്ലാം കൂടെ ഡിഷ് വാഷറിലോട്ട് കയറ്റിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഡിഷ് വാഷറിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് വയ്യ, എനിക്ക് തലയുറ്റുന്നു. കിടക്കണം കുറച്ച് നേരം.